കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗ് ഓണം സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഞാനൊരു നേന്ത്രക്കായ പുളിശ്ശേരിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വയ്ക്കണം അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇതിന് ഒരുപാട് അങ്ങോട്ട് പഴുത്ത പഴവും എടുക്കണ്ട, എന്നാൽ തീരെ പച്ചയായിട്ടുള്ളതും പറ്റില്ല. ഇതുപോലെ പഴുത്ത് വരണ ഒരു പാകം ഉണ്ടല്ലോ, ഈ ഒരു പാകത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. പഴുത്ത പഴത്തിലും ചെയ്യാം, പക്ഷെ അതിന് കുറച്ചും കൂടി മധുരം കൂടുതലാവും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കും. എങ്കിൽ കൂടിയും ഇതുപോലെ ഒരു കുറച്ച് കടക്കായിട്ടുള്ള കായ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇത്ര ഉള്ളൊരു നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയെ കളഞ്ഞ് ഇതിനൊന്ന് കണ്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രക്കായനെ ഞാൻ ഇതുപോലെയാണ് കണ്ടിച്ചെടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 കഷ്ണാക്കിയിട്ടും എടുക്കാം കേട്ടോ, ചെറിയ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കാളനൊക്കെ കണ്ടിക്കുന്ന പോലെ കണ്ടിച്ചെടുക്കാം, തൊലി കളഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 3/4 കപ്പ് വരെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കായൊന്ന് ഒരുപാട് പച്ചയല്ല പഴുത്തല്ലാത്തതുകൊണ്ട് ഒരുവിധം അധികം സമയം എടുക്കില്ല. നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചു. അപ്പം നമ്മുടെ നേന്ത്രക്കായ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ. ഉപ്പ് ഒരുപാട് അങ്ങോട്ട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. നമുക്ക് കറി ഉണ്ടാക്കിയതിന് ശേഷം അരപ്പിനൊക്കെ ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നീട്. അപ്പോഴേക്കും നമുക്ക് ഒരു 1/2 കപ്പ് നാളികേരവും ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി, നല്ല ജീരകവും കൂടി നല്ല മയത്തിൽ അരച്ചെടുക്കാം. 1/2 കപ്പിൽ കൂടണ്ട കേട്ടോ, കാരണം ഒരുപാട് നാളികേരം അരച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, കാളൻ്റെയൊക്കെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ നാളികേരത്തിൻ്റെ അളവ് 1/2 കപ്പിൽ കൂടണ്ട. അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം, അതായത് നേന്ത്രക്ക വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ ഒരു 5 to 7 മിനിറ്റ്സ് എടുക്കുള്ളൂ. ഇതൊക്കെ കറി പെട്ടെന്ന് ആവുന്ന ഒരു കറിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് നാളികേരം അരച്ചതാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാളലിൽ തൈരാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതിൽ നമ്മളുടെ നാളികേരവും ജീരകവും കൂടിയും നല്ല മയത്തിൽ അരച്ചെടുത്ത് നാളികേരം ജീരകവും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 3/4 മുതൽ 1 കപ്പ്, അത് പുളി അനുസരിച്ചിട്ട് കൂട്ടേ കുറക്കി ചെയ്താൽ മതി. എന്നാലും ഒരുപാട് പുളിയുള്ള തൈരിനകത്തേക്ക് ഒഴിക്കേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് മതി. അപ്പോൾ ഒരു 1 കപ്പ് വരെയൊക്കെ അളവിൽ ഈ ഒരു കായ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഈ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ആ കട്ടയൊന്ന് ഉടച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതതിൻ്റെ തൈരിൻ്റെ കട്ട ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ നാളികേരം ഒന്ന് വെന്തിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ സാധാരണ പുളിശ്ശേരിയൊക്കെ ചെയ്യണ പോലെ തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പതഞ്ഞ് വരണ സമയത്ത് കുറച്ച് ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചേക്കണ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. എങ്കിലും 1 ടീസ്പൂണ് ശർക്കര ചേർക്കണം, അതിൻ്റെ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ, ഒരു നുള്ള് ഉലുവപ്പൊടി, ഞാനത് വറുത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് അച്ചാറിനൊക്കെ വേണ്ടിയിട്ട്, ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ശർക്കരപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുളിശ്ശേരി ഒന്നിങ്ങനെ തിളച്ച് മുകളിലേക്ക് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി മധുരത്തിൻ്റെ കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ശർക്കരപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പഴത്തിൻ്റെ ഒരു മധുരം അനുസരിച്ചിട്ടിരിക്കും. ഒരുപാട് പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും കൂടി പഴുത്ത പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള കായ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പഴുത്ത പഴം വെച്ചിട്ട് ചെയ്ത് നോക്കിയോളൂ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇഷ്ടമാകും. പക്ഷേ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയേക്കണത് ഈ ഒരു കായ വെച്ച് ചെയ്യുമ്പോഴാണ്.
അപ്പോൾ ഞാനിപ്പോൾ മൊത്തം 1.5 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടോ. നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇതിപ്പോൾ ഇതാ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം. നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ചൂടാവുമ്പോൾ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഏത്തയ്ക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു റെസിപ്പി ആട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. പക്ഷെ അവർ പഴം വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എനിക്കത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത്ര പഴം ഇങ്ങനെ കടിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് പകരം ഇതുപോലെ അധികം പഴുക്കാത്തതും എന്നാൽ പച്ചയില്ലാത്തതുമായിട്ടുള്ള നേന്ത്രക്ക വെച്ച് ഞാനൊരു ദിവസം ചെയ്തു നോക്കിയിരുന്നു. ഒന്നല്ല, ഞാൻ കുറേ പ്രാവശ്യം ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.